ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മയോണീസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. അപ്പം ഇതിനായിട്ട് ഞാനൊരു അര കവറിലും കുറഞ്ഞ് അതിൽ കുറച്ചുകൂടെ കുറവായിട്ടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാലിൻ്റെ കൂടെ നമുക്കൊരു ശകലം ഉപ്പിടണം, ഉപ്പും ശകലം പഞ്ചസാര. അപ്പം ഞാനൊരു ശകലം പാല് വളരെ കുറവുള്ളത് കൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ. ഒരു കാ സ്പൂണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിലും കുറവായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിൽ പഞ്ചസാര, അപ്പോൾ പഞ്ചസാര ഒരു സ്പൂണ് മൊത്തം ഇടണ്ട, കുറച്ചായിട്ട്, എന്നാലും ഒരു ശകലം കൂടുതൽ പഞ്ചസാര ഇത്ര ഇട്ടു. ഇനി ഇതിലേക്ക് ഞാൻ വിനീഗർ ഒഴിക്കുകയാണ്. വിനീഗർ ചെറിയ സ്പൂണാണ്, ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇത്രയും ഒഴിച്ച് ഒരു ശകലം കൂടെ ഒഴിച്ചു കൊടുക്കുക, അര സ്പൂണും കൂടെ. കാരണം പാല് വളരെ കുറവായ കൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ഇത് ഒഴിക്കുന്നത്. ഞാനിത് അടയ്ക്കുകയാണ്. ഇതിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഞാനിത് അരച്ച് കാണിക്കാം, മിക്സിയിൽ ഇത് കാണിക്കാം. അപ്പം മിക്സിയിൽ ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് ചെയ്യരുത്, ഇത് ലെഫ്റ്റിലോട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇതെങ്ങനെ ഇങ്ങനെ ചെയ്യണം. നിർത്തിയിട്ട് നമുക്കിതിനകത്തോട്ട് എണ്ണ, പാം ഓയിൽ ആണെങ്കിലും റൈസ് ബ്രാൻഡ് ആണെങ്കിലും സൺഫ്ലവർ ആണെങ്കിലും ഈ എണ്ണയാണ് കൂടുതൽ വേണ്ടത്. എണ്ണ ഇത് കുറച്ച് ഞാൻ ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുത്തു, ഒരു സ്പൂണോളം, ചെറിയ സ്പൂണിന്. പിന്നെ നമ്മൾ ലെഫ്റ്റിലോട്ട് തന്നെ ചെയ്യണം. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു. പിന്നെയും കുറച്ചുകൂടെ എണ്ണ ഒരു സ്പൂണോളം പിന്നെ ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂണ് പിന്നെ ഒഴിച്ചു കൊടുത്തു. പിന്നെ എന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ചെയ്യും. ഒന്നുകൂടി ലെഫ്റ്റിലോട്ട് എണ്ണ പിന്നെ ഒഴിച്ചു കൊടുത്തു. രണ്ട് പ്രാവശ്യം ചെയ്തു. ഇനിയും എണ്ണ ഞാൻ കുറച്ചുകൂടെ ഒരു സ്പൂണോളം പിന്നെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് 2-3 വട്ടം ചെയ്യുക. ചെയ്തിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു പ്രാവശ്യം കൂടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. വിനീഗർ വേണമെങ്കിൽ 2 സ്പൂൺ ഒഴിക്കാം, അഥവാ ശരിയായില്ലെങ്കിൽ. ഇനി ഞാനിത് റൈറ്റ് സൈഡിലോട്ട് തിക്നെസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഞാൻ കുറച്ചുകൂടി എണ്ണ, 2 വട്ടം എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്, ബസ് ശകലിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1-2 വട്ടം കൂടെ ഇന്ന് മിക്സി ഒന്ന് കറക്കാം ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ നമ്മളുടെ മയോണീസ് റെഡി ആയിട്ടുണ്ട്. തിക്നെസ് കണ്ടോ, ഇത് നല്ലപോലെ തിക്കായി. പക്ഷെ ഇതിനകത്ത് നമുക്ക് വിനീഗർ ഞാൻ ഒരു സ്പൂണും കൂടെ ചേർത്തായിരുന്നു. പിന്നെ ഞാൻ ഈ ഓരോ പ്രാവശ്യം കറക്കുമ്പോഴും കുറേശ്ശെ എണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എത്ര തിക്കാവുന്നിടം വരെ നമ്മൾ ഓരോ പ്രാവശ്യം കറക്കിയിട്ട് കുറച്ച് എണ്ണ കുറച്ച് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. തിക്കാകുന്നിടം വരെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം എൻ്റെ ഇവിടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ സാൻഡ്വിച്ചിന്, മക്രോണിക്ക്, പാസ്തയ്ക്ക്, അങ്ങനെ എല്ലാ സാധനത്തിനും നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ കുട്ടികൾ പിസ്സ അങ്ങനെയുള്ള സാധനമൊക്കെ കഴിക്കുമ്പോൾ, സമോസ, എല്ലാ സാധനവും കഴിക്കുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിക്കും. അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അതിനും ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും വീഡിയോ കാണും, കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൂടും. അപ്പോൾ പ്ലീസ് റിക്വസ്റ്റ് ആണേ. ഓക്കെ, ബൈ. ഇത് കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, എടുക്കുമ്പോൾ ഇതിങ്ങനെ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും. അപ്പം ഇതുണ്ടാക്കി കഴിഞ്ഞു.